വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം ആണ്. സോ നമ്മുടെ കെമിസ്ട്രിയുടെ കൂടെ എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും കുറച്ച് ടെൻഷനിലായിരിക്കും എന്ന് മിസ്സിന് അറിയാം. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. ഇന്നത്തെ നമ്മുടെ ലൈവ് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പം അതുവഴി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും ക്ലിയർ ആവും. സോ നമുക്ക് എന്തായാലും വേഗം തന്നെ ഒരു 6 മാർക്കിനോളം വരാൻ സാധ്യതയുള്ള ചോദ്യം നോക്കിയാലോ. അപ്പോൾ ചോദ്യം നോക്കിക്കേ. അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് 24 കേട്ടോ. ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. ഈ എലമെന്റിന്റെ ഈ മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അറ്റോമിക് നമ്പർ 24 ആൻഡ് 29 ഈ 2 പേർക്കും പ്രത്യേകതയുണ്ട്. ഇവരെ 2 പേരുടെയും ഇലക്ട്രോൺ വിന്യാസത്തിൽ പ്രത്യേകതകളുള്ള കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾ ആരും മറന്നു പോരുത്. അറ്റോമിക് നമ്പർ 24 എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ക്രോമിയം ആണ് അല്ലെ. സോ എക്സ് എന്ന് തന്നെ നമുക്ക് എടുക്കാം. അറ്റോമിക് നമ്പർ 24 ആണ്. എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം വരിക? 1s2 2s2 2p6 3s2 3p6. ഇനി നമുക്കറിയാം ഇവിടെ 3d ഉണ്ട്, 4s ഉണ്ട് അല്ലെ. അപ്പൊ നോർമലി വരേണ്ടിയിരുന്നത് 4s2 3d4 എന്നാണ്. എന്നാൽ ക്രോമിയം അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ 24 ആയിട്ടുള്ള ആളുടെ കേസിൽ പ്രത്യേകതയുണ്ട്. 4s1 3d5 ആണ്. ഇത് മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം എന്താ? Find the values of the quantum numbers n and l of the electrons in the outermost subshells. അല്ലെ, അതായത് ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ബാഹ്യതമ സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എൻ ആൻഡ് എൽ. എൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, എൽ എന്ന് പറഞ്ഞാൽ അസിമുതൽ ക്വാണ്ടം നമ്പർ. ഇതിന്റെ വിലകൾ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. നമുക്കറിയാം ഈ ക്രോമിയം എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ 20 മുകളിലേക്കുള്ള ആൾക്കാർ ഡി ബ്ലോക്ക് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഡി സബ്ഷെല്ലിലാണ്. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ എന്നാണ്, ബാഹ്യതമ സബ്ഷെൽ എന്നാണ്. അപ്പൊ 3D കഴിഞ്ഞിട്ടാണ് 4s വരിക. പക്ഷെ 3Dക്ക് എനർജി കൂടുതലായതുകൊണ്ടാണ് ഇലക്ട്രോൺ 3D ലാസ്റ്റ് കയറുന്നത്. പക്ഷേ എന്നിരുന്നാലും ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ അല്ലെങ്കിൽ ബാഹ്യതമ സബ്ഷെൽ എന്ന് പറയുമ്പോൾ അത് 4s തന്നെയാണ്. അപ്പൊ ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്, ലാസ്റ്റത്തെ ഇലക്ട്രോൺ കയറുന്നത് 3Dയിലാണെങ്കിലും നമ്മുടെ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ അല്ലെങ്കിൽ ബാഹ്യതമ സബ്ഷെൽ എന്ന് പറയുന്നത് 4s ആണ് കേട്ടോ. അത് തെറ്റിക്കാതെ എൻ്റെ മക്കൾ ഓർത്തിരിക്കുക. അപ്പൊ 4sന്റെ എൻ ആൻഡ് എൽ വിലകൾ പറയാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഇലക്ട്രോൺ ഇരിക്കുന്നത് ഏത് ഷെല്ലിലാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. എൽ എന്ന് പറഞ്ഞാൽ അസിമുതൽ ക്വാണ്ടം നമ്പർ ആണ്. ഇലക്ട്രോൺ ഇരിക്കുന്നത് ഏത് സബ്ഷെല്ലിലാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ആളാണ് അല്ലെ. ഇപ്പൊ 4s എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഷെല്ലിലെ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. സോ എന്നിന്റെ വില ഇവിടെ 4 ആണ്. എല്ലിന്റെ വില എത്രയാ വരിക? ഇതെന്റെ മക്കളെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓരോ സബ്ഷെല്ലിന്റെയും അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വില നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കണം. എസ് എന്ന് പറഞ്ഞാൽ എസ് സബ്ഷെല്ലാണെങ്കിൽ എല്ലിന്റെ വില വരുന്നത് 0 ആണ് അല്ലെ. പി ആണെങ്കിൽ 1, ഡി ആണെങ്കിൽ 2, എഫ് ആണെങ്കിൽ 3. അപ്പൊ ഇവിടെ 4s ആണ്. അപ്പൊ എന്റെ മക്കൾ പറ, അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ഇവിടെ എത്രയാ വരിക? എസ് സബ്ഷെല്ലാണെങ്കിൽ എല്ലിന്റെ വില വരുന്നത് 0 ആണ്. സോ എൽ വിൽ ബി ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അടുത്ത ചോദ്യം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓറിയന്റേഷൻ ഓഫ് ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ. ബാഹ്യതമ സബ്ഷെല്ലിന് എത്ര ഓറിയന്റേഷൻ ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് ഓറിയന്റേഷനെ പറ്റി നമുക്ക് പറഞ്ഞു തരിക. സോ നമുക്ക് നോക്കാം. ഇവിടെ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ഏതാ? ബാഹ്യതമ സബ്ഷെൽ ഏതാ? 4s ആണ് അല്ലെ. അപ്പൊ ഇതിൽ എത്ര ഓറിയന്റേഷൻ ഉണ്ട്? അതായത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമ്മൾ കണ്ടെത്താം. സോ എം ഇസ് ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ സഹിതം എഴുതണം കേട്ടോ, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. എം എങ്ങനെ കണ്ടെത്താം? എം ഇസ് ഈക്വൽ ടു 2 × L + 1. ഇതാണ് ഇക്വേഷൻ വേർ എൽ ഈസ് ദ അസിമുതൽ ക്വാണ്ടം നമ്പർ. അപ്പൊ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വില കിട്ടിയാലാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. അപ്പൊ എല്ലിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. സോ എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ചെയ്തൂടെ? 2 × 0 + 1.
അപ്പൊ എത്രയാ മക്കളെ വരിക? 1 എന്ന് വരും. അപ്പൊ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിന് ഒരു ഓറിയന്റേഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഒരു ഓർബിറ്റലാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ഇറ്റ്സ് ബ്ലോക്ക് ഗ്രൂപ്പ് ആൻഡ് പീരിയഡ് നമ്പർ. ബ്ലോക്ക് ഗ്രൂപ്പ് പീരിയഡ് കണ്ടെത്താം. എങ്ങനെയാണ് കണ്ടെത്താം? നോക്ക, ബ്ലോക്ക് നമ്മൾ കണ്ടെത്താം അവസാനത്തെ ഇലക്ട്രോൺ കയറിയത് ഏത് സബ്ഷെല്ലിലാണോ അതാണ് ബ്ലോക്ക്. ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ കയറിയത് ഏതാ? 3Dയിലാണോ 4sലാണോ? നമുക്കറിയാം 4sൽ കയറിയതിനു ശേഷം ഇലക്ട്രോൺ പോകുന്നത് 3Dയിലേക്കാണ്, ശരിയല്ലേ? അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് ഇവിടെ ഡി സബ്ഷെല്ലിലാണ്, 3D. സോ ഇവിടെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡി ആയിരിക്കും. അപ്പൊ ഒരിക്കൽ കൂടി മിസ് പറയുന്നു, ഏത് സബ്ഷെല്ലിലാണോ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് അതാണ് ബ്ലോക്ക്. ഇനി നമുക്ക് ഗ്രൂപ്പ് കണ്ടെത്താം. അപ്പോൾ ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ? അവസാനത്തെ ഡി സബ്ഷെല്ലിലും എസ് സബ്ഷെല്ലിലും എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് നമ്മൾ കൂട്ടാം. NS പ്ലസ് ND. നമുക്ക് നോക്കാം, ഇവിടെ അവസാനത്തെ ഡിയും എസും എന്നാണ് നമ്മൾ പറഞ്ഞത്. അവസാനത്തെ ഡിയിൽ ഇവിടെ 5 ഇലക്ട്രോൺ ഉണ്ട്, എസിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. സോ എങ്ങനെയാ മക്കളെ വരിക? ഡിയിലുള്ളത് 5 ഇലക്ട്രോൺ ആണ്, എസിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഗ്രൂപ്പ് കിട്ടുക. സോ 1 + 5 നമുക്ക് 6 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇവന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 6 ആണ്. ഇനി പീരിയഡ് നമ്പർ കണ്ടെത്താം. പീരിയഡ് നമ്പർ കണ്ടെത്തണമെങ്കിൽ ഹയസ്റ്റ് ഷെൽ നമ്പർ, ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ ആണ് നോക്കേണ്ടത്. ഇവിടെ ഹയസ്റ്റ് ഷെൽ നമ്പർ എത്രയാ? എൻ്റെ മക്കൾ നോക്കിക്കേ, 1 2 3 4 ഷെല്ലുണ്ട് അല്ലെ? എത്ര ഷെല്ലുണ്ടോ അതാണ് അവന്റെ പീരിയഡ്. ഇവിടെ 4 ഷെല്ലുണ്ട്. സോ പീരിയഡ് നമ്പർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. കണ്ടോ, 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഉറപ്പായിട്ടും ഈ പാറ്റേണിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ കേട്ടോ നമ്മുടെ എക്സാമിന്. അടുത്തത് നമുക്ക് നോക്കാം. മാച്ച് ദ ഫോളോയിങ്. ബന്ധം കണ്ടെത്തി ഒന്ന് പൂരിപ്പിച്ചാൽ മാത്രം മതി കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. സോ ഇത് നമുക്ക് നോക്കാം. നമുക്ക് 2 മാർക്കിന് ചോദിക്കാം, 4 മാർക്കിന് ചോദിക്കാം, അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നോക്കാം, OR എന്ന് പറഞ്ഞാൽ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്? OR എന്ന് പറഞ്ഞാൽ ആൽക്കോക്സി ഗ്രൂപ്പാണ്. ആൽക്കോക്സി ഗ്രൂപ്പ് വന്നാൽ അവരെ നമ്മൾ ഈഥേഴ്സ് എന്ന് വിളിക്കും അല്ലെ? ഇനി അടുത്തത് CHO ഗ്രൂപ്പ്. CHO ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നാൽ അത്തരം കോമ്പൗണ്ടുകളെ നമ്മൾ ആൽഡിഹൈഡ് എന്ന് വിളിക്കും. സിമ്പിൾ ചോദ്യം. അടുത്തത് ആരാണെന്ന് എൻ്റെ മക്കൾ നോക്കിക്കേ. അടുത്തതായിട്ട് തന്നിട്ടുള്ളത് COOH. COOH എന്ന് പറഞ്ഞാൽ കാർബോക്സിൽ ഗ്രൂപ്പാണ്. കാർബോക്സിൽ ഗ്രൂപ്പ് വന്നാൽ അത്തരം കോമ്പൗണ്ടുകളെ നമ്മൾ കാർബോക്സിലിക് ആസിഡ്സ് എന്ന് വിളിക്കും. അവസാനമായിട്ടുള്ളത് OH ആണ്. OH എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത്തരം കോമ്പൗണ്ടുകളെ നമുക്ക് ആൽക്കഹോൾസ് എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പോൾ AD BA CB D ഏതാ മക്കളെ? C. അപ്പൊ DABC. ഓ അങ്ങനെയല്ല അല്ലെ? ഓപ്ഷൻ എഴുതിയപ്പോഴത്തേക്കും 3-1 ആയിപ്പോയി. ശരി, സാരമില്ല. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 എന്നിട്ടാൽ എങ്ങനെയാ മക്കളെ വരിക? എങ്ങനെയാ വരിക? നമുക്ക് നോക്കാമല്ലോ. ആദ്യം വരുന്നത് 4, പിന്നെ വരുന്നത് 1, പിന്നെ വരുന്നത് 2, പിന്നെ വരുന്നത് 3. 4 1 2 3. 4 1 2 3 ഉണ്ടോ? 4 1 2 3. യെസ്, ഓപ്ഷൻ C ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. അപ്പൊ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ടൈമിലെ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് 20%, അതായത് 8 മാർക്കിനോളം ചോദ്യങ്ങൾ വരും. അപ്പൊ അത് 10 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അതും പഠിക്കണം. സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് വൈകിട്ട് കൃത്യം 7 മണിക്കത്തെ നമ്മുടെ മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എൻ്റെ കുട്ടികൾ എല്ലാവരും ഉണ്ടാകണം. നമുക്ക് വൈകിട്ട് കാണാം. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മിസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ കെമിസ്ട്രി നമ്മൾ സെറ്റാക്കും. ആ ഒരു പ്രോമിസ് നിങ്ങൾക്ക് പോരെ. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.